യൂറോപ്പിൽ സ്റ്റഡി ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോൾ സാധാരണ സ്റ്റുഡൻസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കൺട്രീസ് ഏതൊക്കെയാണ്? ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, നെതർലാൻഡ്സ്. പക്ഷേ ഈ ലിസ്റ്റിൽ പലപ്പോഴും ഓവർലോഡ് ചെയ്യപ്പെടുന്ന ഒരു കൺട്രി ഉണ്ട്, ബൾഗാരിയ. ചിലർക്ക് ബൾഗാരിയ എന്നത് സിംപ്ലി ഒരു ബഡ്ജറ്റ് യൂറോപ്യൻ ഓപ്ഷനായി തോന്നാം. ലോ ട്യൂഷൻ ഫീസ്, ലോ ലിവിംഗ് കോസ്റ്റ്, ഈസി അഡ്മിഷൻ എന്നൊക്കെയാണ് സാധാരണ കേൾക്കുന്ന പെർസെപ്ഷൻ. പക്ഷേ റിയാലിറ്റി കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്. ബൾഗാരിയ യൂറോപ്യൻ യൂണിയൻ മെമ്പർ ആണ്. യൂണിവേഴ്സിറ്റീസ് യൂറോപ്യൻ അക്കാഡമിക് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ട്. ചില പ്രോഗ്രാമിൽ ലാംഗ്വേജ് ഫാക്ടേഴ്സ് സ്ട്രോങ് ആണ്. ജോബ് മാർക്കറ്റ് ലിമിറ്റഡ് ആണ്. ആൻഡ് പ്ലാനിംഗ് ഇല്ലാതെ പോകുന്നവർക്ക് ചലഞ്ചസ് ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ബൾഗാരിയ ചീപ്പ് ഡെസ്റ്റിനേഷൻ എന്ന് മാത്രം കാണുന്നത് ഒരു ഇൻകംപ്ലീറ്റ് പിക്ചർ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബൾഗാരിയയെ കംപ്ലീറ്റ് ഗ്രൗണ്ട് റിയാലിറ്റി പെർസെപ്റ്റീവിൽ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അക്കാഡമിക് സിസ്റ്റം, ട്യൂഷൻ ഫീസ്, ലിവിംഗ് കോസ്റ്റ്, പാർട്ട് ടൈം ജോബ് റിയാലിറ്റി, ലാംഗ്വേജ് സിറ്റുവേഷൻ, പോസ്റ്റ് സ്റ്റഡി കരിയർ ഓപ്ഷൻസ് എല്ലാം ക്ലിയർ ആയി ബ്രേക്ക് ഡൗൺ ചെയ്യാം. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റഡി അബ്രോഡ് സീരീസ് ബൈ JNS Global. Let's understand Bulgaria, the lesser known European study destination. ബൾഗാരിയ യൂറോപ്യൻ യൂണിയന്റെ മെമ്പർ കൺട്രിയാണ്. ലൊക്കേഷൻ വൈസ് ഈസ്റ്റേൺ യൂറോപ്പിൽ സ്ട്രാറ്റജിക് പൊസിഷനുള്ള രാജ്യമാണ്. ബൾഗാരിയയെ സ്പെഷ്യൽ ആക്കുന്നത് EU മെമ്പർ കൺട്രി, അഫോർഡബിൾ ട്യൂഷൻ ഫീസ്, ഗ്രോയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഹബ്, റിച്ച് യൂറോപ്യൻ കൾച്ചർ ആൻഡ് ഹിസ്റ്ററി, സേഫ് സ്റ്റുഡന്റ് എൻവയോൺമെന്റ് ആൻഡ് ഇൻക്രീസിംഗ് ഇന്റർനാഷണൽ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി. ബൾഗാരിയ സ്ലോലി ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ റാഡറിൽ എത്തുന്ന സ്റ്റഡി ഡെസ്റ്റിനേഷൻ ആണ്, എസ്പെഷ്യലി മെഡിസിൻ, ഡെന്റിസ്ട്രി, ഫാർമസി പ്രോഗ്രാംസ്. കാരണം കൺട്രി ചെറുതാണെങ്കിലും യൂറോപ്യൻ അക്കാഡമിക് സിസ്റ്റം ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഇവിടെയുണ്ട്. ബൾഗാരിയ സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഒരു യൂറോപ്യൻ യൂണിയൻ മെമ്പർ കൺട്രിയാണ്. ഈ രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് സോഫിയ. ബൾഗാരിയയിലെ പ്രധാന നഗരങ്ങൾ സോഫിയ, പ്ലാവ്ദോ, വോണ, ബർഗാസ്, റോസ്. രാജ്യത്തിന്റെ കറൻസിയാണ് ബൾഗാരിയൻ ലെവ്, BGL. ബൾഗാരിയയുടെ പോപ്പുലേഷൻ ഏകദേശം 6.4 മില്യൺ ആണ്. രാജ്യത്തിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ബൾഗാരിയൻ ആണ്. എങ്കിലും യൂണിവേഴ്സിറ്റീസിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ലക്ഷ്യമിട്ട് പല പ്രോഗ്രാംസും ഇംഗ്ലീഷ് ടോട്ടൽ ലഭ്യമാണ്, പ്രത്യേകിച്ച് മാസ്റ്റേഴ്സ് ആൻഡ് പ്രൊഫഷണൽ കോഴ്സസ്. ഇന്ത്യയുമായി ബൾഗാരിയക്ക് ഏകദേശം 3.5 മുതൽ 4.5 ഹവേഴ്സ് വരെ ടൈം ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. ഇത് സീസൺ അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ബൾഗാരിയയിൽ സാധാരണയായി കോണ്ടിനെന്റൽ യൂറോപ്യൻ ക്ലൈമറ്റ് ആണ് അനുഭവപ്പെടുന്നത്. വിന്റർ കാലത്ത് ടെമ്പറേച്ചർ സാധാരണയായി -2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. സമ്മർ കാലത്ത് ടെമ്പറേച്ചർ സാധാരണയായി 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും. അതായത് നോർഡിക് കൺട്രീസ് പോലെ എക്സ്ട്രീം കോൾഡ് ക്ലൈമറ്റ് ഇവിടെ സാധാരണയായി അനുഭവപ്പെടാറില്ല. ബൾഗാരിയയിലെ വെതറിന്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക് കോൾഡ് വിന്റർ, വാം സമ്മേഴ്സ്, ക്ലിയർ സീസണൽ ചേഞ്ചസ്, ചിലപ്പോൾ സ്നോഫോൾസ്. ഇതിനാൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് ക്ലൈമറ്റ് അഡ്ജസ്റ്റ്മെന്റ് ജനറലി മാനേജബിൾ ആയിരിക്കും. ബൾഗാരിയ ഒരു ഡെവലപ്പിംഗ് യൂറോപ്യൻ എക്കണോമിയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി രാജ്യത്ത് ടെക്നോളജി സെക്ടറും ഔട്ട്സോഴ്സിംഗ് ഇൻഡസ്ട്രിയും വേഗത്തിൽ വളരുന്നുണ്ട്. രാജ്യത്തിന്റെ പ്രധാന എക്കണോമിക് സെക്ടേഴ്സ് IT ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ഔട്ട്സോഴ്സിംഗ് സർവീസ്, ടൂറിസം, മാനുഫാക്ചറിംഗ്, അഗ്രികൾച്ചർ, ലോജിസ്റ്റിക്. പ്രത്യേകിച്ച് സോഫിയ ഇപ്പോൾ ഈസ്റ്റേൺ യൂറോപ്പിലെ എമർജിംഗ് ടെക് ഹബിൽ ഒന്നായി വളരുകയാണ്. ഇന്റർനാഷണൽ കമ്പനീസ് പലതും ഇവിടെ IT സപ്പോർട്ട്, സോഫ്റ്റ്വെയർ സർവീസ്, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് തുടങ്ങിയ മേഖലയിൽ ഓഫീസസ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ടെക്നോളജി, IT ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസിന് ചില കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുന്നു. ബൾഗാരിയയിലെ യൂണിവേഴ്സിറ്റീസ് സാധാരണ യൂറോപ്യൻ ഹയർ എഡ്യൂക്കേഷൻ ഏരിയ
EHEA സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നു. അതായത് യൂറോപ്യൻ അക്കാഡമിക് സ്ട്രക്ചർ അനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ടീച്ചിങ് സ്ട്രക്ചേഴ്സ് സാധാരണയായി ഇങ്ങനെയായിരിക്കും: ലെക്ചർ ബേസ്ഡ് ലേണിംഗ്, പ്രാക്ടിക്കൽ സെഷൻസ്, റിസർച്ച് അസൈൻമെന്റ്സ്, ക്ലിനിക്കൽ ട്രെയിനിങ്, പ്രത്യേകിച്ച് മെഡിക്കൽ പ്രോഗ്രാംസിന് എക്സാംസ് ആൻഡ് കോഴ്സ് വർക്ക് ഇവാലുവേഷൻ. അക്കാഡമിക് എൻവയോൺമെന്റ് പൊതുവെ സ്ട്രക്ചേർഡും ഡിസിപ്ലിനും ആയിരിക്കും. സ്റ്റുഡൻസിന്റെ അക്കാഡമിക് ഇവാലുവേഷൻ സാധാരണയായി പല രീതികളായി നടപ്പിലാക്കും. അസൈൻമെന്റ്സ്, റിസർച്ച് പ്രൊജക്ട്, പ്രസന്റേഷൻ, എക്സാംസ്, ഇവയെല്ലാം കോഴ്സിന്റെ റെഗുലർ അക്കാഡമിക് പ്രോസസ്സിന്റെ ഭാഗമാണ്. ബൾഗേറിയയിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കൂടുതലായി തിരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഇവയാണ്: സോഫിയ യൂണിവേഴ്സിറ്റി, സെന്റ് ക്ലീമെന്റ് ഓക്രിഡ്സ്കി, മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് സോഫിയ, മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് പ്ലാവ്ഡോവ്, മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ബോൾന, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് സോഫിയ. ഇവയിൽ പ്രത്യേകിച്ച് മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഇടയിൽ വളരെ പോപ്പുലർ ആണ്. മെഡിസിൻ, ഡെന്റിസ്ട്രി, ഫാർമസി പോലുള്ള പ്രോഗ്രാംസ് പഠിക്കാൻ പല രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഇവിടെ എത്തുന്നു. ബൾഗേറിയ യൂറോപ്പിലെ മോസ്റ്റ് അഫോർഡബിൾ സ്റ്റഡി ഡെസ്റ്റിനേഷനിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. അപ്രോക്സിമേറ്റ് ട്യൂഷൻ ഫീസ് സാധാരണയായി ഇങ്ങനെയായിരിക്കും: ഫോർ ബാച്ചിലേഴ്സ് പ്രോഗ്രാം €3,000 to €8,000 per year. For master's program €3,500 to €9,000 per year. For medical program €7,000 to €10,000 per year. ട്യൂഷൻ ഫീ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് മാറും. വെസ്റ്റേൺ യൂറോപ്പിലെ പല രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബൾഗേറിയയിൽ എഡ്യൂക്കേഷൻ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി ലോ ആണ്. ബൾഗേറിയയിൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം സാധാരണയായി 3 മുതൽ 4 വർഷം വരെ ഡ്യൂറേഷൻ ഉള്ളതാണ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ചില ഫീൽഡിൽ ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ലഭ്യമാണ്. പോപ്പുലർ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡീസിൽ മെഡിസിൻ, ഡെന്റിസ്ട്രി, ഫാർമസി, എഞ്ചിനീയറിംഗ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, IT. മെഡിക്കൽ പ്രോഗ്രാം സാധാരണയായി 5 മുതൽ 6 വർഷം വരെ ഡ്യൂറേഷൻ ഉള്ളവയാണ്. കാരണം ക്ലിനിക്കൽ ട്രെയിനിങ് കൂടുതലാണ്. മാസ്റ്റേഴ്സ് പ്രോഗ്രാം സാധാരണയായി 1 മുതൽ 2 വർഷം വരെ ഡ്യൂറേഷൻ ഉള്ളവയാണ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഇംഗ്ലീഷ് ടോട്ട് മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് ലഭ്യമാണ്. പോപ്പുലർ മാസ്റ്റേഴ്സ് സ്റ്റഡി ഫീൽഡ് ബിസിനസ് ആൻഡ് മാനേജ്മെന്റ്, ഡാറ്റ സയൻസ്, ഇന്റർനാഷണൽ റിലേഷൻസ്, കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ്, പബ്ലിക് ഹെൽത്ത്. പ്രോഗ്രാമിൽ സാധാരണയായി റിസർച്ച് തീസിസ് അല്ലെങ്കിൽ ഫൈനൽ പ്രോജക്റ്റ് കമ്പൽസറി ആയിരിക്കും. ബൾഗേറിയയുടെ വലിയ അഡ്വാൻറ്റേജ് ലോ ലിവിംഗ് കോസ്റ്റ് ആണ്. ആവറേജ് മന്ത്ലി ലിവിംഗ് എക്സ്പെൻസ് സാധാരണയായി €500 to €800 വരെയാണ്. സിറ്റി അനുസരിച്ച് ചില ഡിഫറൻസ് കാണാം. സോഫിയ റിലേറ്റീവ്ലി എക്സ്പെൻസീവ് ആണ്. പ്ലാവ്ഡോ അല്ലെങ്കിൽ വേർണ കമ്പാരിറ്റീവ്ലി അഫോർഡബിൾ ആണ്. അക്കാഡമിക് കോസ്റ്റ് സ്റ്റുഡന്റ് ഡോർമെറ്ററീസ് €150 to €300 വരെ ആയിരിക്കും. പ്രൈവറ്റ് അപ്പാർട്ട്മെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ €300 മുതൽ €500 വരെ വരും. ഓവറോൾ ഇയർലി ലിവിംഗ് കോസ്റ്റ് സാധാരണയായി €6,000 മുതൽ €9,000 വരെയൊക്കെ വരാം. ബൾഗേറിയയിൽ സ്റ്റുഡന്റ് വിസ ഹോൾഡേഴ്സിന് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ സാധിക്കും. സ്റ്റുഡൻസ് സാധാരണയായി 20 hours per week വരെ പാർട്ട് ടൈം ജോബ് ചെയ്യാറുണ്ട്. ആവറേജ് ഹൗർലി വേജ് €5 to €8 വരെയാണ്. സ്റ്റുഡൻസ് സാധാരണയായി ചെയ്യുന്ന ചില കോമൺ ജോബ്സ്: റെസ്റ്റോറന്റ്, കഫേസ്, റീറ്റെയിൽ ഷോപ്പ്, ഡെലിവറി സർവീസ്, ഹോട്ടൽസ്. ഏതെങ്കിലും ബൾഗേറിയൻ ലാംഗ്വേജ് അറിയുന്നവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിരിക്കും. കാരണം ലോക്കൽ ബിസിനസ്സിൽ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും ലോക്കൽ ലാംഗ്വേജിലായിരിക്കും. അക്കാഡമിക് പ്രോഗ്രാംസ് പലതും ഇംഗ്ലീഷിൽ ലഭ്യമാണ്. പക്ഷേ ഡെയിലി ലൈഫിൽ ബൾഗേറിയൻ ലാംഗ്വേജ് വൈഡ്ലി യൂസ്ഡ് ആണ്. ജോബ് മാർക്കറ്റ് ആക്സസ് നേടാൻ ബേസിക് ബൾഗേറിയൻ ലാംഗ്വേജ് അഡ്വാൻറ്റേജ് ആയിരിക്കും. ലാംഗ്വേജ് ലേണിംഗ് ലോങ് ടേം ഇന്റഗ്രേഷന് യൂസ്ഫുൾ ആണ്. ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ബൾഗേറിയയിൽ സ്റ്റുഡൻസിന് ജോബ് സെർച്ച് ചെയ്യാനുള്ള അവസരമുണ്ടാകും. പഠനം പൂർത്തിയാക്കിയ ശേഷം റെലവന്റ് ആയ സ്കിൽഡ് ജോബ് ലഭിച്ച സ്റ്റുഡൻസിന് സ്റ്റുഡന്റ് സ്റ്റാറ്റസ് വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതായത് എംപ്ലോയറിന്റെ സ്പോൺസർഷിപ്പ് ലഭിച്ചാൽ നിങ്ങൾക്ക് ബൾഗേറിയയിൽ ലീഗലി ജോലിയിൽ തുടരാൻ കഴിയും.
ഒരു സമയത്തേക്ക് ലോങ് ടേം എംപ്ലോയ്മെന്റ് തുടരുന്നവർക്ക് പിന്നീട് പെർമനന്റ് റെസിഡൻസിന് അപ്ലൈ ചെയ്യാനും സാധിക്കും. സാധാരണയായി PR എലിജിബിലിറ്റി ലഭിക്കാൻ കുറഞ്ഞത് 5 വർഷത്തെ ലീഗൽ റെസിഡൻസ് ഉണ്ടായിരിക്കണം. ബുൾഗാരിയയുടെ ഇമിഗ്രേഷൻ സിസ്റ്റം പൊതുവെ റൂൾ ബേസ്ഡ് സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നതാണ്. അതിനാൽ എല്ലാ ഡോക്യുമെന്റേഷനും ലീഗൽ റിക്വയർമെന്റ്സും ശരിയായി ഫോളോ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ബുൾഗാരിയയിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് പോപ്പുലേഷൻ പതുക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി പ്രത്യേകിച്ച് മെഡിക്കൽ എഡ്യൂക്കേഷൻ കാരണം ഇന്ത്യയിൽ നിന്നും സ്റ്റുഡൻസ് ഇവിടെ എത്തുന്ന എണ്ണം ഒഴുകി വരികയാണ്. പ്രധാനമായും താഴെ പറയുന്ന പ്രോഗ്രാംസിലേക്കാണ് കൂടുതൽ ഇന്ത്യൻ സ്റ്റുഡൻസ് എത്തുന്നത്: മെഡിസിൻ, ഡെന്റിസ്ട്രി, ഫാർമസി. എന്നാൽ ബുൾഗാരിയ ചൂസ് ചെയ്യുമ്പോൾ ചില പ്രാക്ടിക്കൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജോബ് മാർക്കറ്റ് താരതമ്യേന കുറവാണ്. ലോക്കൽ ലാംഗ്വേജ് പൊതുവെ ബുദ്ധിമുട്ടാകാം. വെസ്റ്റേൺ യൂറോപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ സാലറി ലെവൽ കുറവായിരിക്കും. അതേസമയം ചില പോസിറ്റീവ് ആസ്പെക്ട്സ് കൂടെയുണ്ട്. അഫോർഡബിൾ എഡ്യൂക്കേഷൻ, യൂറോപ്യൻ യൂണിയൻ ഡിഗ്രി റെക്കഗ്നേഷൻ ആണ്. അതേപോലെ തന്നെ സേഫ് സ്റ്റുഡന്റ് ലൈഫ് ആണ്. സ്മോളർ ആൻഡ് ലെസ് ക്രൗഡ് സ്റ്റുഡന്റ് സിറ്റീസ് ആണ്. ബുൾഗാരിയ പ്രത്യേകിച്ച് താഴെ പറയുന്ന സ്റ്റുഡൻസിന് സ്യൂട്ടബിൾ ആയിരിക്കും: മെഡിക്കൽ കരിയർ ലക്ഷ്യമിടുന്നവർ, അഫോർഡബിൾ യൂറോപ്യൻ ഡിഗ്രി അന്വേഷിക്കുന്നവർ, ലോ ലിവിംഗ് കോസ്റ്റ് പ്രിഫർ ചെയ്യുന്നവർ, സ്മോളർ യൂറോപ്യൻ സിറ്റീസ് കംഫർട്ടബിൾ ആയവർ, യൂറോപ്യൻ യൂണിയൻ എഡ്യൂക്കേഷൻ എക്സ്പോഷർ ആഗ്രഹിക്കുന്നവർ. ബുൾഗാരിയ ഒരു ലക്ഷറി സ്റ്റഡി ഡെസ്റ്റിനേഷൻ അല്ല, പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി യൂറോപ്യൻ അക്കാഡമിക് ഓപ്ഷനായി പല സ്റ്റുഡൻസിനും ഇത് പ്രാക്ടിക്കൽ ചോയ്സ് ആയി മാറാം. ബുൾഗാരിയയിൽ സ്റ്റഡി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുവോ? നിങ്ങളുടെ പ്രൊഫൈൽ ബുൾഗാരിയൻ യൂണിവേഴ്സിറ്റിക്ക് എലിജിബിൾ ആണോ? മെഡിക്കൽ അഡ്മിഷൻ റിയലിസ്റ്റിക് ആണോ? ബഡ്ജറ്റ് പ്ലാനിംഗ് എങ്ങനെ ചെയ്യണം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസ് ലഭിക്കാൻ JNS ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യൂ. യുവർ യൂറോപ്യൻ എഡ്യൂക്കേഷൻ ജേർണി ഡിസേർവ്സ് ദ റൈറ്റ് direction. Start Bulgaria chapter with JNS Global.